السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. അന്ത്യനാളിൽ വരാനിരിക്കുന്ന വിപത്താണ് ഖതീഉർ-റഹ്മി. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടങ്ങുന്നത് മുറിക്കൽ എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി നാം മറ്റുള്ളവരോട് പിണങ്ങാതിരിക്കുക. കാരണം അള്ളാഹുവിനെ ഓർത്ത്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയെ ചോദിക്കൊണ്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ സഹാബി സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നാണ്. ഇപ്പോൾ വീണ്ടും ഈ സഹാബി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖലൽ ജന്ന, ഇദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ വേറൊരു സഹാബി ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുക എന്നറിയാൻ വേണ്ടി ഈ സഹാബിയുടെ കൂടെ 3 ദിവസം പിന്തുടരുകയാണ്. ഈ സ്വഹാബി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ധാരാളം ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പിന്നീട് ഈ സഹാബിയോട് തന്നെ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബി പറയുകയാണ്, എനിക്ക് ഒരാളോടും വെറുപ്പോ വിദ്വേഷവും ഇല്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണമെന്നാണ് ഈ സ്വഹാബി പറഞ്ഞിട്ടുള്ളത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ അവരുടെ നാവിനാലും കയ്യിലാനും രക്ഷപ്പെട്ടാലാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ടും കൈകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിം ആവുകയില്ല. നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ദുരവസ്ഥയിൽ നാം പെട്ടുപോകുമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കുറഞ്ഞ അമലായിൽ പോലും നാം നമ്മുടെ നാവ് കൊണ്ടും കൈകൊണ്ടും നാം സുരക്ഷിതമാക്കുകയും ഒരു യഥാർത്ഥ മുസ്ലിം എന്ന കാറ്റഗറിയിൽ പെടുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും നമ്മളിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറുകൾ അല്ലാഹു തആല വെളിച്ചമാക്കുകയും ചെയ്യുമാറാകട്ടെ.